ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് തിരുവനന്തപുരം പോലെ സ്റ്റേറ്റ് ക്യാപിറ്റൽ വന്നിട്ട് ഒരു അന്വേഷണം നടത്തി അവർക്ക് ജീവനോടെ തിരിച്ചു പോകാൻ സാധിക്കില്ല എന്നൊരവസ്ഥ വരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് കേരളത്തിന് മുഴുവൻ നാണക്കേടാണ്. ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിയുടെ മകളുടെ ചില ബിസിനസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇന്നലെ കണ്ണൂരും തിരുവനന്തപുരത്തും റെയ്ഡ് നടത്തിയിരുന്നു. നമുക്കറിയാം, ഇത്തരത്തിലേക്കുള്ള കേസുകൾ വരുമ്പോഴേക്കും പരിശോധനകൾ നടക്കുന്നത് സ്വാഭാവികമാണ്. കഴിഞ്ഞ തവണ ഇങ്ങനെയുള്ള പരിശോധനയൊക്കെ മുൻ ഗവൺമെൻറ് സമയത്തൊക്കെ നടന്നപ്പോഴേക്കും അങ്ങനെയുള്ള പരിശോധനകൾ ആവശ്യമായ ഘട്ടത്തിൽ വേണ്ടിവരും എന്നൊക്കെ തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അന്വേഷണ ഏജൻസികൾ, പ്രത്യേകിച്ചും നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഘടന കൃത്യമായിട്ട് പരിപാലിച്ചു പോകുന്നതിന് നിയോഗിക്കപ്പെട്ട ഏജൻസികൾ അന്വേഷണം നടത്തി പൂർത്തിയാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അന്വേഷണം നടക്കുന്ന സമയത്ത് അവരെ അതിന് തടസ്സപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തി ഇത്തരത്തിലുള്ള തുടർ നടപടികളിൽ നിന്നും പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നത് അങ്ങേയറ്റം തന്നെ പ്രതിഷേധാർഹമാണ്, വളരെ ഗൗരവമായ വിഷയമാണ്. സ്ത്രീകളടങ്ങുന്ന കേന്ദ്രസേനയുടെ ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും പോയ സമയത്ത് മുതിർന്ന നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് അവർക്കെതിരെ ആക്രമണം അഴിച്ചുവിടാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയും അതിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളും നടന്നത്. തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന കുപ്രസിദ്ധരായ ക്രിമിനൽ സംഘം പലരും അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഇന്ന് പോലീസ് ചിലരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിലപ്പുറം ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട്. നമുക്കറിയാം, അതിൽ ഫോട്ടോയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കാറ് പോകുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തി ചുടുകല്ലെറിയുന്നതൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് മാധ്യമങ്ങളിലൊക്കെ വന്ന ചിത്രമാണ്. അവരെ ഒന്നും തന്നെ പ്രതി ചേർക്കുവാനോ അറസ്റ്റ് ചെയ്യാനും തയ്യാറായിട്ടില്ല. അപ്പോൾ ഇത് രാജ്യത്തിൻ്റെ തന്നെ വളർച്ചയ്ക്ക് വലിയൊരു തടസ്സമാണ്. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ക്രമക്കേട് കാണിക്കുന്നവരെയൊന്നും അന്വേഷണ ഏജൻസികൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. നിരപരാധികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതി മുമ്പാകെ ബോധ്യപ്പെടുത്താം, ED അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുൻപാകെ ബോധ്യപ്പെടുത്താം. അപ്പോൾ ശക്തമായ നടപടി പോലീസ് സ്വീകരിക്കണം. ഇപ്പോൾ പറയുന്ന പ്രതിപട്ടികയിൽ പറയുന്നവരോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരോ ഒന്നും മാത്രമല്ല, അല്ലെങ്കിൽ തിരുവനന്തപുരം ഉൾപ്പെടെ പല സ്ഥലങ്ങളും വീണ്ടും കൂടുതൽ സംഘർഷഭരിതമാകാനുള്ള സാധ്യതയുണ്ട്. ശക്തമായ നടപടി പോലീസ് സ്വീകരിക്കണം. ഒരു സമരത്തിൻ്റെ കേസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു രാഷ്ട്രീയ തർക്കത്തെ കൈകാര്യം ചെയ്യുന്നത് പോലെ പോലീസ് സംവിധാനം ഇക്കാര്യങ്ങളെ കാണരുത് എന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ എന്നുള്ള നിലയ്ക്ക് സൂചിപ്പിക്കാനുള്ളത്. അടിയന്തരമായിട്ട് ഇവരെ കണ്ടുപിടിക്കണം. ഇവരൊന്നും കിട്ടാത്തവരൊന്നും അല്ലല്ലോ, ഇവരൊന്നും അങ്ങനെ പിടിക്കാൻ പറ്റാത്ത തരത്തിൽ ഇൻ്റർനാഷണൽ കുറ്റവാളികളൊന്നും അല്ലല്ലോ. ഇവരെയൊക്കെ ഒരു 10 മിനിറ്റ് കൊണ്ട് അറസ്റ്റ് ചെയ്യാമെന്നല്ലേ ഉള്ളൂ. അത് അങ്ങേറ്റം തന്നെ പ്രതിഷേധാർഹമാണ്. നമ്മുടെ രാജ്യത്തിന് തന്നെ മൊത്തത്തിൽ നാണക്കേടാണ്, തിരുവനന്തപുരം പട്ടണം നാണക്കേടാണ്. ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് തിരുവനന്തപുരം പോലെ സ്റ്റേറ്റ് ക്യാപിറ്റൽ വന്നിട്ട് ഒരു അന്വേഷണം നടത്തി അവർക്ക് ജീവനോടെ തിരിച്ചു പോകാൻ സാധിക്കില്ല എന്നൊരവസ്ഥ വരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് കേരളത്തിന് മുഴുവൻ നാണക്കേടാണ്. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങൾ അടിയന്തരമായ നടപടി സ്വീകരിക്കണം.